തീരത്തുണ്ടായിരുന്ന എല്ലാ പെലിക്കനുകളും അസുഖം മൂലം ചത്തിരുന്നു. പക്ഷേ അവയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിക്ക് അവയെ കണ്ടപ്പോൾ അവയോട് അലിവ് തോന്നി. അവൻ ഉടൻ തന്നെ തന്റെ ജാക്കറ്റ് ഊരിമാറ്റി 3 കുഞ്ഞുങ്ങളെയും അതിനുള്ളിൽ കിടത്തി. വളരെ ശ്രദ്ധാപൂർവം അവൻ അവയെ എടുത്ത് വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് ഓടി. കുഞ്ഞുങ്ങളെ ജീവനോടെ നിലനിർത്താൻ വേണ്ടി അവനൊരു ചെറിയ മരക്കൂട് പണിതു. അങ്ങനെ അവയ്ക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും. അവനൊരു പൈപ്പിലൂടെ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ ശരിയായ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. വൈകുന്നേരം അച്ഛൻ വീട്ടിലേക്കെത്തിയപ്പോൾ അവൻ അച്ഛന്റെ കൈപിടിച്ച് പെലിക്കൻ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അച്ഛൻ അത്ഭുതപ്പെട്ടു. എന്നാൽ മകന് അവയെ ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷത്തെ കണ്ടപ്പോൾ അവനെ തടയേണ്ടതില്ലെന്ന് അച്ഛൻ തീരുമാനിച്ചു. കാരണം തന്റെ ഭാര്യ മരിച്ചതിനു ശേഷം മകൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് ആദ്യമായാണ് അച്ഛൻ കാണുന്നത്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവൻ 3 കുഞ്ഞുങ്ങളെയും തന്റെ അടുത്ത് കിടത്തി. അവയെ നിരീക്ഷിക്കാനും അവ സുഖമായിരിക്കുന്നുവെന്നുറപ്പാക്കാനും ശ്രദ്ധിച്ചു. അടുത്ത ദിവസം അവന്റെ അച്ഛനും മകനെ സഹായിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി അവനൊരു മിക്സർ ഉണ്ടാക്കി. എന്നിട്ടും അവർക്ക് ഒരു ദിവസം 8 തവണയിൽ കൂടുതൽ ഭക്ഷണം നൽകേണ്ടി വന്നു. എല്ലാ ദിവസവും അച്ഛൻ കടലിൽ നിന്ന് മത്സ്യം പിടിച്ച് അവയ്ക്ക് ഭക്ഷണം നൽകി. പക്ഷി കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ വിശക്കും വർദ്ധിച്ചു. തുടക്കത്തിൽ 1 ബക്കറ്റ് മത്സ്യം മതിയായിരുന്നു. ഇപ്പോൾ അയാൾക്ക് 2 ബക്കറ്റ് മത്സ്യം നൽകേണ്ടി വന്നു. എന്നിട്ടും അവരുടെ വിശപ്പ് ശമിച്ചില്ല. ക്രമേണ അവനും 3 പെലിക്കനുകളും അടുത്ത സുഹൃത്തുക്കളായി മാറി. അവൻ എവിടെ പോയാലും അവയെ കൂടെ കൊണ്ടുപോയി. ഒരു ദിവസം അച്ഛൻ മകനോട് പറഞ്ഞു, അവയെ അവരുടെ വാസസ്ഥലത്തേക്ക് തിരികെ വിടേണ്ട സമയമായി. ഇതു കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവയെ പിരിയാൻ അവന് കഴിയില്ല. പക്ഷേ അച്ഛൻ സ്നേഹപൂർവ്വം വിശദീകരിച്ചു, ഈ പക്ഷികൾ അധികകാലം ജീവിക്കില്ല, ഏകദേശം 40 വർഷം മാത്രം. നിനക്ക് അവയെ എല്ലാ കാലത്തും സംരക്ഷിക്കാൻ കഴിയില്ല. അതിനാൽ അവയെ സ്വതന്ത്രമായി തുറന്നുവിടുകയാണ് ഉചിതമായ കാര്യം. അവൻ തന്റെ പിതാവിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പക്ഷേ അവയെ തുറന്നുവിടുന്നതിനു മുൻപ് അവർക്ക് വിശപ്പകറ്റാൻ വേണ്ടി സ്വന്തമായി മത്സ്യം പിടിക്കാൻ അവൻ അവരെ പ്രാപ്തരാക്കി. താമസിയാതെ 3 പേരും മീൻ പിടിക്കാൻ പഠിച്ചു. പിന്നെ അവൻ അവരെ പറക്കാൻ പഠിപ്പിച്ചു. അവൻ കൈകൾ വിടർത്തി ചിറകുകളടിക്കാൻ കാണിച്ചുകൊടുത്തു. പെലിക്കനുകളിൽ 2 അവൻ ചെയ്തത് മനസ്സിലാക്കി പറന്നുപോയി. പക്ഷേ 3-മത്തേത് പോവാതെ അവിടെ തന്നെ നിന്നു. അവനെ വിട്ടുപോകാൻ ആ പെലിക്കൻ ആഗ്രഹിച്ചില്ല. അവൻ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, പോകൂ, നിനക്കും പറക്കാൻ സമയമായി. പറക്കാൻ ആംഗ്യം കാണിച്ച ഉടനെ 3-മത്തെ പെലിക്കൻ പറന്നുയർന്നു. അവർ 3 പേരും ആകാശത്തേക്ക് പറന്നുയരുന്നത് അവൻ നോക്കി നിന്നു. കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒഴുകി. എന്നാലും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ദൃശ്യമായിരുന്നു.